ഹലോ ഹായ് ഫ്രണ്ട്സ്, ജോമാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ക്രിസ്മസ് സീരീസ് 19ാമത്തെ ദിവസമാണ്. 19 ദിവസവും വീഡിയോസ് ഇടാൻ ദൈവം നമ്മളെ സഹായിച്ചു, ആരോഗ്യം എല്ലാം തന്ന് സഹായിച്ചു. അപ്പോൾ ദൈവത്തിനെല്ലാം മഹത്വം കൊടുക്കുന്നു. അപ്പോൾ ഇന്ന് 19ാമത്തെ ദിവസം ഞാനൊരു 2 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. രണ്ടും വെറൈറ്റി ഒന്നുമല്ല, പക്ഷെ ഞാൻ സിമ്പിളായിട്ട് അതൊന്ന് ചെയ്ത് കാണിച്ചെന്നേ ഉള്ളൂ. പക്ഷേ ഇനിയുണ്ടല്ലോ, നാളെ മുതൽ 21-ാം തീയതി, നാളെ അതായത് നമ്മളുടെ 20ാമത്തെ, നമ്മളൊരു ദിവസം താമസിച്ചല്ലേ വീഡിയോ തുടങ്ങിയത്, 2-ാം തീയതി ഇല്ല. അതുകൊണ്ട് നാളെ 21-ാം തീയതി ആണെങ്കിലും 20ാമത്തെ ദിവസമാണ് നമ്മളുടെ സീരീസ്. അപ്പം നാളെ 21-ാം തീയതി മുതൽ 21, 22, 23, 24, 25, അപ്പം ഈ 5 ദിവസം നമ്മൾ അടിപൊളി, ദൈവം സഹായിച്ച അടിപൊളി ഡിഷസ് ആണ്, ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ വെറൈറ്റി ഡിഷസ്. നാളെ ഈ 5 ദിവസത്തേക്ക് നിങ്ങളാരും എന്നോട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നല്ല വെറൈറ്റി, നല്ല എറണാകുളം സ്പെഷ്യലും നമ്മുടെ കോട്ടയം സ്പെഷ്യലും പാലക്കാരുടെ, അങ്ങനെ 3 കൂട്ടരുടെയും കൂടെ ഒരു യോജിപ്പോടെയുള്ള കുറച്ച് നല്ല ഡിഷസ്, 5 ദിവസം ഓരോരോ ഡിഷസ്. സമയമുണ്ട്, ഒരു ദിവസം 2 എണ്ണം വെച്ച് ഞാനത് പെട്ടെന്ന് വീഡിയോ 1 മിനിറ്റ് കൊണ്ട് നല്ല നമ്മൾ ഷോർട്സിന് എടുക്കുന്ന പോലെ സ്പീഡിൽ അതങ്ങ് പാചകം കാണിക്കും. എന്തായാലും ഒരു വീഡിയോ എല്ലാ ദിവസവും ദൈവം സഹായിച്ചാലുണ്ട് 2 എണ്ണം വീതം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമ്മളുടെ ഡിഷസ് എല്ലാം കൂടെ ചെയ്ത് തീരണമെങ്കിൽ, അതായത് നമ്മളുടെ ക്രിസ്മസിന് വേണ്ടിയ സ്പെഷ്യൽ ഡിഷസ് എല്ലാം തീരണമെങ്കിൽ ഒരു ദിവസം 2 എണ്ണം വെച്ച് ചെയ്താലേ മിക്കവാറും തീരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഓരോ ഒരുക്കങ്ങളായിരിക്കും. അതായത് ഒരു ദിവസം 2 ഡിഷസ് വെച്ച് ചെയ്ത് ക്രിസ്മസിലേക്കുള്ള ഇങ്ങനെ ഒരുക്കങ്ങളായിരിക്കും. 25-ാം തീയതി ആണല്ലോ നമ്മൾ ഫുഡെല്ലാം കഴിക്കുന്നത്. അപ്പോൾ അത്രയും ഫുഡാണല്ലോ നമ്മൾ, അത്രയും ഡിഷസ് ആണല്ലോ ക്രിസ്മസിന് വേണ്ടി ഒരുക്കുന്നത്. അപ്പോൾ അത് 25-ാം തീയതി ഇതെല്ലാം കൂടെ ഉണ്ടാക്കിയ വീഡിയോ ഇടാനും സമയം കിട്ടുകയല്ല, കഴിക്കാനും ഇവിടെ ആരുമില്ല. ഞാനും ആരണും കൂടെ എന്തോ ആയി കഴിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ 5 ദിവസം, നാളെ മുതലുള്ള 5 ദിവസം ഒന്നെങ്കിൽ 10 ഡിഷസ്, അല്ലെങ്കിൽ ഒരു ദിവസം 1 എണ്ണം വെച്ച് 5 ഡിഷസ് ഉണ്ടാക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതെല്ലാം നല്ല ഫുഡ്, നല്ല വെറൈറ്റി ഫുഡ്, നല്ല ഡിഷസ്, നല്ല വെറൈറ്റി ഡിഷസ്. ആരൻ ഇന്ന് അവധി കിട്ടും. ഇന്ന് വൈകിട്ട് ഇന്ന് സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സിൻ്റെ ഒക്കെ വീടുകളിൽ ഇങ്ങനെ ക്രിസ്മസ് കരോളിന് പോയിരിക്കുകയാണ്. അപ്പം ഇന്നും കൊണ്ട് ആരൻ ഫ്രീ ആവും. പക്ഷെ ചർച്ചിൽ ഇനി ആരന് നാളെ മുതൽ തിരക്കുണ്ട്. എങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വീട്ടിലിരിക്കാൻ ആരന് സമയം കിട്ടത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ചർച്ചിൽ ഇഷ്ടം പോലെ 1-ാം തീയതി വരെ ന്യൂ ഇയറിൻ്റെ പ്രോഗ്രാം ഞങ്ങൾക്ക് ഡിസംബർ 31 ഭയങ്കര നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച ഭയങ്കര ഒരു വലിയ ഒരു മെഗാ പ്രോഗ്രാം. ദൈവം സഹായിക്കട്ടെ. അപ്പം അതിന് ആരനൊക്കെ മീഡിയ ചെയ്യുന്നതുകൊണ്ട് ആരനൊക്കെ അവിടെ ഭയങ്കര തിരക്ക്. ചർച്ചിൽ പോകണം. രാവിലെ നാളെ മുതലാണെന്ന് തോന്നുന്നു. രാവിലെ 10 മണിക്ക് പോയാൽ രാത്രി 10 മണി 12 മണി അങ്ങനെയൊക്കെ ആവും. ചിലപ്പം രാവിലെ വരാനൊക്കെ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു. എന്തായാലും അതിപ്പോൾ നാളെ കഴിഞ്ഞ് എന്തായാലും അത്രയും തിരക്ക് കാണുകയില്ല. പകല് പോയിട്ട് വൈകുന്നേരം വരായിരിക്കും. അത് കഴിഞ്ഞാൽ 20, 21, 22 23-ാം തീയതി മുതൽ എനിക്ക് തോന്നുന്നത് 10-ന് പോയാൽ രാത്രി 10-നൊക്കെ വരാൻ പറ്റുള്ളൂ. അതുപോലെ തിരക്ക്. എന്തായാലും റെക്കോർഡ്സും പ്രോജക്റ്റും എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ അവധിക്കിരുന്ന് അതൊന്നും ചെയ്യണ്ട. പിന്നെ രാത്രിയിലൊക്കെ വന്നിരുന്ന് പഠിച്ചാൽ മതി. ഇനി ജാനുവരിയിൽ പ്രീ ബോർഡ് എക്സാം ഒരെണ്ണമുണ്ട്, ഫെബ്രുവരി ബോർഡ് എക്സാം ഉണ്ട്. അതുകൊണ്ട് പോയിട്ട് വന്നിട്ടിരുന്ന് പഠിച്ചാൽ, പകൽ എന്തായാലും പുള്ളി പഠിക്കുന്ന പ്രശ്നമേ ഇല്ല. രാത്രിയിലാണ് പഠിത്തം. അത് രാവിലെ വരെ ഇരുന്ന് പഠിക്കുകയും ചെയ്യും. അങ്ങനെ എന്നിട്ട് പിന്നെ ഉറക്കളച്ച് സ്കൂളിൽ പോക്കൊക്കെ ആയിരുന്നു. പക്ഷേ വീട്ടിലാണെങ്കിൽ അങ്ങ് ഒരു 10-11 മണി വരെ കിടന്നുറങ്ങിയിട്ട് എഴുന്നേറ്റോളൂ. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഓരോ പിള്ളേർക്കും ഓരോ സ്റ്റൈലല്ലേ, ഓരോരുത്തരുടെ ഇഷ്ടമല്ല. നമ്മൾ പിടിച്ചിരുത്തി വെളുപ്പിനെ എഴുന്നേറ്റ് പഠിക്കുക, രാത്രി പഠിക്കണം, അങ്ങനെയൊന്നും പറഞ്ഞാൽ പിള്ളേർക്ക് ഇഷ്ടമുള്ളതല്ലേ അവർ ചെയ്യത്തുള്ളൂ. അവരുടെ ഇഷ്ടം പോലെ പഠിക്കട്ടെ. ഓക്കെ, അപ്പോൾ അതങ്ങ് പോട്ടെ. അപ്പം ആരനും ഞാനും കൂടെ അടുത്ത 5 ദിവസങ്ങൾ ദൈവം സഹായിച്ച് നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് കാണിക്കാൻ മെനക്കെട്ട് ചെയ്യുക. ഒത്തിരി സമയമൊന്നും എടുക്കുകയല്ല. പിന്നെ ഈ ഇൻട്രോ പറയുമ്പോൾ മാത്രമേ ഉള്ളൂ ഇച്ചിരി അത്
നിങ്ങളെ ഒന്ന് എല്ലാം പരിചയപ്പെടുത്തി പറയുന്നതേ ഉള്ളൂ. ഇന്നലത്തെ വീഡിയോ ഒരുപാട് പേർക്ക് സങ്കടമായി. അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ സങ്കടമായപ്പോൾ ഞങ്ങൾ അത് 2019 മുതൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴും അതിൻ്റെ വരായികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കി. ഓർക്കുമ്പോൾ ഞെട്ടില്ല, ആ സാരി കാണുമ്പോൾ ഞെട്ടിലാണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കി, അത്രയേ ഉള്ളൂ. പിന്നെ അതൊന്നും സാരമില്ല, പോട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദ്രോഹിക്കുന്നവരെയും പാരമണിയുന്നവരെയും ഉപദ്രവിക്കുന്നവരെയും നമുക്ക് കുഴപ്പങ്ങൾ ദോഷം ചെയ്യുന്നവരെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശത്രുക്കളെയും സ്നേഹിതരെ എല്ലാം 800 കോടി ജനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കിപ്പോൾ ആ വീഡിയോ സിമ്പിളാട്ടോ, സിമ്പിളാണ്. ഒരു വെറൈറ്റി നമ്മൾ നമ്മുടെ എന്താ പറയുന്നത്, ഷെഫ് നിബു ഇല്ലേ, നമ്മളുടെ ചാൻഡീസ് ഹോംസിൻ്റെ ചാൻഡീസ് പിന്നെ റിസോർട്ട്സിൻ്റെ ഒക്കെ മെയിൻ ഷെഫ് നിബു, ആ ബ്രദർ ഉണ്ടാക്കിയ ഒരു വെറൈറ്റി ഞാൻ ഗൂഗിളിൽ കണ്ടിട്ട് ഞാനങ്ങ് ചെയ്തതാട്ടോ. സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കും, മറ്റേത് ചിക്കൻ്റെ ഡിഷാണ്. അപ്പോൾ എന്തായാലും കാണണം, നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. എല്ലാവരും വീഡിയോസ് കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇന്നലെ കരഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്യണമെന്നൊക്കെ പറയാൻ മറന്നുപോയെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ചിക്കൻ മാരിനേറ്റ് ചെയ്യണം ഫസ്റ്റിലേ, പക്ഷേ ആ വീഡിയോ എടുക്കാൻ മറന്നുപോയേ, മിസ്സായിപ്പോയി. കാരണം വീഡിയോ ഓൺ ആക്കിയില്ല, മറന്നുപോയി. അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ഒരുമിച്ച്, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ അതുപോലെ നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പച്ചമുളകല്ല കാന്താരി നല്ല ബെസ്റ്റായിട്ട് ചതച്ചെടുത്തു. ഒരു കൈ കാന്താരി എടുത്തു, ചതച്ചെടുത്തത്. പിന്നെ കറിവേപ്പില, പിന്നെ ഇവിടെ സെലറി ഉണ്ടായിരുന്നു, അതൊരു തണ്ടിട്ടു. പിന്നെ മല്ലിയില, പുതിനയില, കുറച്ച് ഒരു സ്പൂൺ തൈര്, 1 സ്പൂൺ വിനാഗിരി, അതുപോലെ 1 സ്പൂൺ നാരങ്ങാനീര്, ഇതെല്ലാം കൂടെ നല്ലതായിട്ട് ഉപ്പും ചേർത്ത് ഇളക്കി അരമണിക്കൂർ മാരിനേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഉരുളി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഒരു ശകലം കടുകിടും. അതിനുശേഷം നമ്മൾ കുറച്ചുള്ളി, ഒരു കൈ അപ്പം സവാള ഉള്ളിയുടെയും കാര്യം, മാരിനേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഒരു 4 മീഡിയം സവാളയും ചെറിയ സവാള, 4 ഏറ്റവും ചെറിയ സവാളയും ഒരു കൈ നല്ലതായിട്ട് ഒരു കൈ നിറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇട്ടായിരുന്നു മാരിനേറ്റ് ചെയ്യാൻ നേരം കേട്ടോ. അങ്ങനെയാണ് മാരിനേറ്റ് ചെയ്തത്. ഇതിപ്പോൾ ഇച്ചിരി ഉള്ളിയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടതാ വെന്തിരിക്കുന്ന ചിക്കൻ കറി കുക്കറിലാണ് വേവിച്ചത് കേട്ടോ, കുക്കറിലാണ് വേവിക്കേണ്ടത്. അതുപോലെ മാരിനേറ്റ് ചെയ്തപ്പോൾ തക്കാളി ഇട്ടു. ഇത് ഞാൻ ആ വീഡിയോ മിസ്സായിപ്പോൾ, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. തക്കാളി ഇട്ടു, എല്ലാം കൂടെ തിരുമ്മിയാണ് അരമണിക്കൂർ വെച്ചിട്ട് കുക്കറിൽ ഒരു 3 വിസിൽ, ഞങ്ങളുടെ ഈ കുക്കറിന് 3 വിസിലടിച്ചാൽ മതി. 3 വിസിലടിച്ചിട്ട് കടുക് താളിച്ച് അതിനകത്തോട്ടിട്ട് നമുക്ക് ആവശ്യമുള്ള ഗ്രേവി കുറുകുന്ന, നമ്മളുടെ എത്രയാണോ നമുക്ക് ഗ്രേവി ആവശ്യം അതുപോലെ കുറുകി അത് എടുക്കാം. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നാടൻ കറിയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ, ഇല്ല ഒരു മപ്പാസ് പോലാണ് കുറച്ച് തേങ്ങാപ്പാലും ലാസ്റ്റ് ഇറക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് അടിപൊളി. അതപ്പം നമ്മൾക്ക് പാലപ്പത്തിനും അങ്ങനെയുള്ള ഇടിയപ്പം അങ്ങനെയുള്ള പലഹാരങ്ങൾക്കും കൂടെ കഴിക്കും. ഇത് എല്ലാത്തിനും പറ്റും. പലഹാരങ്ങൾക്കാകുമ്പോൾ നമ്മൾ ഇച്ചിരി എരിവില്ലാതെ വേണ്ടിയുണ്ട് നമ്മൾ പിന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് അതിനകത്ത് ഒഴിക്കാം. പക്ഷെങ്കിൽ ഇത് പിന്നെ നല്ല കപ്പ വേവിച്ചതിനും ചോറിനും ചപ്പാത്തിക്കും എല്ലാം നമുക്കൊരിച്ചിരി എരിവ് കറി വേണമെന്നുണ്ടെങ്കിൽ ഇത് സൂപ്പറായിട്ട് കേട്ടോ, സൂപ്പറായിട്ട്. ആരാണ് എന്നെ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്ത്, എന്നാ മണവും ടേസ്റ്റാണെന്നറിയാമോ. പാല് വേണ്ടവർക്ക് പാല് പിഴിഞ്ഞൊഴിച്ചോളൂ കേട്ടോ, നല്ല സൂപ്പറാണ്. എന്നാ ഒരു നാടൻ കറി, അതായത് നാടൻ കോഴി നമ്മൾ വറുത്തരച്ചൊക്കെ വെക്കത്തില്ലേ, അതിനേക്കാൾ അത്ഭുതമായിരുന്നു കേട്ടോ ഇത്. നല്ല, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ വെക്കുന്നത്. എനിക്ക് ഗൂഗിളിൽ ഇങ്ങനെ ഷെഫ് നിബുവിൻ്റെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി, ഷെഫ് നിബു എന്നും പറഞ്ഞ്. അപ്പം പുള്ളിക്കാരൻ്റെ NEBU ആണെന്ന് തോന്നുന്നത്, NIBU അല്ല. അത് രണ്ടും അടിച്ച് നോക്കിയോ. ഞാനത് അടിച്ചപ്പോൾ കിട്ടി. ഞാൻ ആ പുള്ളിയുടെ മിക്കവാറും എല്ലാ ഇതും കാണുന്ന കേട്ടോ.
അടിപൊളിയായിരുന്നു. ഇതൊരു വെറൈറ്റി, ഈ ലേറ്റസ്റ്റ് റീസെൻ്റ്ലി പുള്ളി ഇട്ടിരിക്കുന്ന, ഗൂഗിളിലുണ്ട് റീസെൻ്റ്ലി പുള്ളി ഇട്ടിരിക്കുന്ന, പുള്ളിയുടെ മൂന്നാറിലുള്ള ചാൻഡീസ് റിസോർട്ടിൽ പുള്ളി ചെയ്യുന്നത് എല്ലാം വീഡിയോ ആക്കി ഫേസ്ബുക്കിലിടും. അത് എനിക്ക് ഭാഗ്യത്തിന് കിട്ടിയതാണ്. ഭയങ്കര ടേസ്റ്റാണ് പുള്ളിയുടെ കറികൾക്കൊക്കെ കേട്ടോ. ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഞങ്ങൾ പിന്നെ അവിടുന്ന് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. അടിപൊളി, സൂപ്പർ. ആഷർ ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. ആഷറിന് ജോലി ഉണ്ടായിരുന്നല്ലോ 3 വർഷം നാട്ടിൽ. 3 അവൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് 2019 മുതൽ, ഞാൻ പറഞ്ഞില്ലേ 2019 ഞങ്ങൾക്ക് ആ വിഷയങ്ങൾ വന്നപ്പോൾ ആഷർ BCom പഠിക്കുകയും പാർട്ട് ടൈം രാത്രിയിൽ നൈറ്റ് ജോലി ചെയ്യുകയും, അതായത് ഇപ്പം ഞങ്ങൾ പോകുന്ന സഭയെക്കുറിച്ച് പിന്നെ വിശദമായിട്ട് പറയാം കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ പിന്നെ കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് പറഞ്ഞാൽ ശരിയാകത്തില്ല. സഭയെക്കുറിച്ചുള്ളത് ഞങ്ങളിപ്പം വേറെ ഒരു ജൂൺ മാസം തൊട്ട് വേറൊരു സഭയിലാണ് പോകുന്നത്. അപ്പോൾ അത് ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം. അതും ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ പറ്റത്തില്ല. അത് ഒറ്റയ്ക്ക് അതിൻ്റെ കാര്യങ്ങൾ പറയാം. അപ്പോൾ എന്താ പറയുക, ആ സഭയുടെ ഒരു സ്ഥാപനമായിരുന്നു റീച്ച് എക്സ്പ്രസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വലിയ സൂപ്പർ മാർക്കറ്റ്. അതിപ്പോൾ കഴിഞ്ഞ മാസം നിർത്തി കേട്ടോ. അപ്പോൾ 2019 തുടങ്ങിയത് അവർ, നവംബർ മാസത്തിൽ. അന്ന് മുതൽ അപ്പോൾ ആഷർ അവിടെ പാർട്ട് ടൈമായിട്ട് നമ്മളുടെ ഈ ബുദ്ധിമുട്ട് കാരണം ജോലി ചെയ്തു. കോളേജ് ഈരാറ്റുപേട്ടയിലാണ് BComന് പഠിച്ചത്. അപ്പോൾ അവിടുന്ന് പോയിട്ട് അഞ്ചരയ്ക്ക് കളത്തിപ്പടി വന്നിറങ്ങി വീട്ടിൽ ഞാൻ സ്കൂട്ടറിൽ കൂട്ടിക്കൊണ്ട് വരും. ബസ്സിലാണ് കോളേജിൽ പോകുന്ന വരുന്നു. ഞാൻ കൂട്ടിക്കൊണ്ട് വന്ന് കുളിയും കഴിഞ്ഞ് ഉടനെ ആഷർ വല്ലതും കഴിച്ചേച്ച് സ്കൂട്ടറിൽ പോവും ജോലിക്ക്. രാവിലെ 6 മണി വരെ ജോലിയാണ്. ഉറക്കളച്ച് ആഷർ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ ഉറങ്ങിയിട്ടേ ഇല്ല, ഉറക്കളപ്പായിരുന്നു. പിന്നെ കോവിഡ് ടൈമിൽ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അന്നേരം പിന്നെ ജോലി സ്ഥലത്തിരുന്നായിരുന്നു ഓൺലൈനിൽ കയറുന്നത്. പകലും രാത്രിയും ജോലി ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് ഒതുങ്ങി വന്നത്. അപ്പോഴാണ് ഞങ്ങൾക്കൊരു വഴി അവിടെ വെച്ചാണ്, ആ റീച്ച് എക്സ്പ്രസ്സിൽ വെച്ചാണ്, ആ സ്ഥാപനത്തിൽ വെച്ചാണ് ആഷർ വഴി ദൈവം ഒരു വഴി തുറന്നു കൊടുത്തതും പിന്നെ അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടതും കേട്ടോ. ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ അത് സത്യം തന്നെയാണ്. ദൈവം തുറക്കുന്ന വഴി ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. അത് എന്താണെന്ന് നമുക്ക് ആർക്കും മനസ്സിലാക്കാനും പറ്റുമല്ലോ. ദൈവത്തിൻ്റെ വഴി ഭയാനകമാണ് കേട്ടോ. ദൈവം തുറക്കാൻ പോകുന്ന വഴികളെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിച്ചാൽ മാത്രം മതി, ആർക്കും ദ്രോഹം ചെയ്യാതെ ജീവിച്ചാൽ മതി. സൂപ്പർ അടിപൊളി വഴി ദൈവം നമ്മൾക്ക് തുറന്നു തരും. നിഷ്കളങ്കരായി ജീവിക്കണം. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്ക് യഹോവ സമീപസ്ഥൻ എന്നാണ് ദൈവം പറയുന്നത്, ബൈബിളിൽ പറയുന്നത്. അപ്പോൾ സത്യമായിട്ട് അങ്ങ് ജീവിച്ചാൽ മതി. ആരുടെയും മനസ്സ് വിഷമിപ്പിക്കാതെ ജീവിച്ചാൽ മതി കേട്ടോ. സൂപ്പർ അടിപൊളി വഴി തുറന്നു തരും. അങ്ങനെയാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും. അന്ന് മുതൽ പിന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ദൈവം എല്ലാ കാര്യങ്ങളും, എല്ലാത്തിനും ഒരു സമയമുണ്ട് കേട്ടോ. ബൈബിളിൽ പറയുന്ന പോലെ എന്തിനും ഒരു സമയമുണ്ട്. ആ സമയത്ത് തക്ക സമയത്ത് ദൈവം നമുക്ക് വഴി തുറന്നു തന്നോളും. അതുവരെ അവൻ്റെ കൈക്കീഴിൽ താണിരിപ്പിൻ എന്ന് പറയുന്നത്. ഓക്കെ, ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. 1/2 കപ്പ് പഞ്ചസാര ഒന്ന് മെൽറ്റാക്കട്ടെ. ഇനി 1/2 കപ്പ് പഞ്ചസാര ഒന്ന് മിക്സി പൊടിച്ചെടുക്കട്ടെ. ഷുഗർ സിറപ്പിൽ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ചെയ്തെടുത്തു. ടൂട്ടി ഫ്രൂട്ടി, ഈന്തപ്പഴം, ഉണക്കമുന്തിരി, നട്ട്സ്, കുറച്ച് ജാമ്, മിക്സഡ് ഫ്രൂട്ട് ജാമ്, പിന്നെ കുറച്ച് മറ്റേ ഇഞ്ചി പൊടിച്ചത് മേടിക്കാൻ കിട്ടും. അത് ഓറഞ്ചിൻ്റെ തൊലി ഉണങ്ങിയത്, അതിങ്ങനെ ഉണക്കി സിറപ്പിനകത്ത് വെച്ചിരിക്കുന്നതാണ്. അത് അങ്ങനെ എല്ലാം ഇട്ടിട്ടുണ്ടേ. ഇനി ഇതൊന്ന് ആറട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് മുട്ട അടിച്ചെടുക്കാം. മുട്ടയും സൺഫ്ലവർ ഓയിൽ, പഞ്ചസാരപ്പൊടി, ഇതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആദ്യം മുട്ട, പിന്നെ പഞ്ചസാരപ്പൊടി ഇട്ട്, പിന്നെ ഓയിൽ ഒഴിച്ച്, പിന്നെ എസൻസ് ഒക്കെ ഒഴിച്ച്, അറിയാലോ, അങ്ങനെ ചെയ്യാം. ഇതിനകത്ത് ശകലം നമ്മുടെ ഇതില്ലേ ജാതിപത്രി, ജാതിക്കുരുവും കൂടെ പൊടിച്ചത് അതുകൂടെ ഇട്ട് കൊടുക്കണേ, മറന്നുപോയി പറയാൻ. ഇട്ട് കേട്ടോ. ഞാൻ ഏലക്ക എടുത്തില്ല, കറുവായും എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ജാതിക്കാക്കുരും ജാതിപത്രിയായിരുന്നു. കറുവ ഇടുമ്പോൾ എനിക്ക് വേറൊരു ടേസ്റ്റ് തോന്നിക്കുന്നതുകൊണ്ട് ഇഷ്ടമല്ല. ഇതാകുമ്പോൾ ഫുള്ള് നമ്മളങ്ങ് കഴിക്കും. 2 മുട്ടയാണേ. മുട്ടയൊക്കെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ട, സൺഫ്ലവർ ഓയിൽ, എസൻസ്, പഞ്ചസാര പൊടിച്ചത് എല്ലാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, അത് ആവശ്യത്തിനുള്ളത്, ഇത്രയും വേണ്ട. അപ്പം മൈദാമാവോടെ ചേർത്ത് വേണം എടുക്കാൻ. കഴിഞ്ഞ ദിവസം ഒരു കേക്കിൻ്റെ ആകുമ്പം
ഇതാ ഇതിനൊരു 2 തവി. അതിനകത്ത് കുറച്ച് മൈദാമാവ് കൂടെ ഇട്ട് വേണം ഇളക്കി നമ്മൾ ഇതിനകത്തിടാൻ. ഉണ്ടല്ലോ കേക്കിൻ്റെ ഏറ്റവും അടിയിൽ പോയി കിടക്കും ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പോൾ കുറച്ച് മൈദാമാവിനകത്ത് നമ്മൾ ഇതുപോലെ മൈദാമാവ് എടുത്ത് അതിനകത്ത് നല്ലതായിട്ട് കുഴച്ചിരിക്കുവാണെങ്കിൽ താഴോട്ട് പോകത്തില്ല. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഇളക്കുമ്പം എടുക്കാം. കുറച്ച് നട്ട്സ് കൂടെയൊക്കെ ഇരുന്നോട്ടെ. ഇനി നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിനകത്തോട്ടിട്ട് കൊടുക്കാം. ഒരു കപ്പ് മൈദ, ഒരു കേക്കിന് അത് മതി. കുത്തി നിറയ്ക്കാതെ, ഞാൻ എപ്പോഴും പറയത്തില്ല. 1 കപ്പ് മൈദ, ഒരു ശകലം ഒരു നുള്ള ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഈ പൊടിച്ചത്, പിന്നെ ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ, 1/4 മതിയേ. ഉപ്പും ഇട്ട് ഇനി ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ അരിപ്പയിൽ കൂടെ തന്നെ വേണം എടുക്കാൻ. എല്ലാം ഒന്ന് മിക്സ് ആകാൻ വേണ്ടി കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും കേക്ക് ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി ഒന്നുകൂടെ നമ്മളുടെ മൈദ ഇടുക കേട്ടോ. ഇങ്ങനെ മതി. അളവ് എടുക്കുന്നതെല്ലാം കറക്റ്റാണെങ്കിൽ കറക്റ്റിന് ഇരുന്നോളും. കറക്റ്റ് ഇളകി കിട്ടുമ്പം അവിടെ വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഓവനിലാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യണം. ട്രേയും കൂടെ കേക്കിൻ്റെ ടിന്നും കൂടെ വെച്ച്, പിന്നെ അപ്പച്ചെമ്പിലൊക്കെ ആണെങ്കിലും ഒരു മീഡിയം ഫുൾ ഫ്ലെയിമിൽ, ഗ്യാസേലാണെങ്കിൽ ഫുൾ ഫ്ലെയിം, അപ്പച്ചെമ്പോ ബിരിയാണി പോട്ടോ എന്തെങ്കിലും ആണെങ്കിൽ ഫുൾ ഫ്ലെയിമിൽ, പിന്നെ 10 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ 10 മിനിറ്റ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ മിക്സ് അങ്ങ് അതിലേക്ക് ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ 30 മിനിറ്റ് അതിൻ്റെ ആവശ്യമുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ 30 മിനിറ്റ് ഇട്ടിട്ട് റെഡി ആയില്ലെങ്കിൽ ലോ ഫ്ലെയിമിലൊരു 5 മിനിറ്റോ 10 മിനിറ്റോ കൂടെ നോക്കിയാൽ മതി. ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കല്ലേ. കഴിഞ്ഞ ദിവസം എനിക്ക് ഹസ്ബൻഡിന് കൊടുക്കാനുള്ള കേക്ക് ഞാൻ റെസ്റ്റ് എടുക്കാനുള്ള, കാരണം അങ്ങ് ഒത്തിരി പണികളുണ്ടായിരുന്നു, മടുത്തുപോയി. റെസ്റ്റ് എടുക്കാനുള്ള ധൃതിക്ക് ഒരു 20 മിനിറ്റൊക്കെ ആയപ്പോൾ പൊക്കി നോക്കി അന്നേരം പതുങ്ങി താഴോട്ട് പോകും. പൊങ്ങി വന്ന കേക്ക് താഴോട്ടങ്ങ് പോയി. അങ്ങനെ ചെയ്യാൻ പാടില്ല. വെന്തോന്നൊന്ന് നേരത്തെ നോക്കിയതാണ്. പെട്ടെന്ന് പൊങ്ങി വന്നപ്പോൾ നമ്മൾ വെന്തെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരിക്കലും 35 മിനിറ്റ് കഴിയാതെ തുറക്കാൻ പാടില്ല. ഞാനങ്ങനെ ചാടിക്കയറി കാണിച്ചത്. അപ്പോൾ നമ്മളുടെ സിമ്പിൾ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലോട്ടിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഞാൻ ലാസ്റ്റേ വീഡിയോ എടുക്കാൻ മറന്നുപോയി. വെന്തെല്ലാം കഴിഞ്ഞ് അവിടെ തണുക്കാൻ വെച്ച സമയത്ത് ഒരു കുഞ്ഞ് ഓറഞ്ചിൻ്റെ പകുതി പിഴിഞ്ഞിട്ട് അത് ബ്രഷ് വെച്ച് ഇങ്ങനെ മേളിൽ ഒന്ന് തേച്ച് കൊടുത്തായിരുന്നു. എന്നാന്നറിയാം, നല്ല ഒരു മണമൊക്കെ വരും. ഇനി ഒന്ന് കട്ട് ചെയ്യാം. നമ്മുടെ നട്ട്സുള്ള ഭാഗം നോക്കി എടുക്കാം. കാണിച്ച് ഇവിടെ കണ്ടോ, പെർഫെക്റ്റ് അല്ലേ? പെർഫെക്റ്റ് അല്ലേ സ്ട്രക്ചർ? ഇതുണ്ടോ, നല്ല ഫ്ലഫി. ഇനി ഒന്ന് കഴിച്ച് നോക്കാം. കുഞ്ഞ് കഴിച്ച്, ഞാൻ വേറെ കഴിക്കാം.
അസല് പ്ലം കേക്ക്. അസല് പ്ലം കേക്കാണ്. കഴിക്കട്ടെ, ഞാൻ കഴിക്കട്ടെ. നട്ട്സ് കഴിച്ചില്ലേ? ആരൻ പറഞ്ഞ പോലെ അസല് പ്ലം കേക്ക് സൂപ്പറാട്ടോ, നല്ല സൂപ്പർ കേക്ക്.